ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISL നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് അത് റഫറിംഗ് പിഴവുകൾ തന്നെയാണ്. അതായത് എല്ലാ സീസണിലും ഈ റഫറിമാരുടെ പിഴവുകൾ ഒരു തുടർക്കഥയാണ്. അതുകൊണ്ട് തന്നെ വാർ കൊണ്ടുവരണം എന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതായത് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത സീസണിൽ ISLൽ വാർ സിസ്റ്റം കൊണ്ടുവരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ISLന്റെ ടെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് നേരത്തെ കഴിഞ്ഞിരുന്നു. അതിൽ ഒരുപാട് സംശയങ്ങൾ ഈ കമ്പനികൾ ചോദിച്ചിരുന്നു. ആ സംശയങ്ങൾക്കുള്ള മറുപടികൾ എല്ലാം തന്നെ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലാണ് വാറിനെ കുറിച്ച് അവർ സംസാരിച്ചിട്ടുള്ളത്. അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ISL മത്സരങ്ങളിൽ വാർ സിസ്റ്റം, അതുപോലെ തന്നെ ഫുട്ബോൾ വീഡിയോ സപ്പോർട്ട് സിസ്റ്റം എന്നിങ്ങനെയാണ് നടപ്പിലാക്കുക. ചിലവ് കുറക്കുന്നതിനായി ലീഗ് മത്സരങ്ങളിൽ ഫുട്ബോൾ വീഡിയോ സപ്പോർട്ട് സിസ്റ്റം ആയിരിക്കും ഉപയോഗിക്കുക. അതായത് പ്രത്യേക ഒരു റിവ്യൂവിംഗ് ടീം ഇല്ലാതെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട് റഫറിക്ക് തീരുമാനമെടുക്കാൻ അവസരം നൽകുന്നതാണ് FVSS എന്ന് വരുന്നത്. അതേസമയം പ്ലേ ഓഫ് മത്സരങ്ങളിൽ പൂർണ്ണമായും വാർ ഉപയോഗിക്കും. അതായത് വീഡിയോ അസിസ്റ്റന്റ് റഫറിംഗ് സിസ്റ്റം ഉപയോഗിക്കും. പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ പിഴവുകൾ ഒഴിവാക്കുന്നതിനാണ് ഇത്. അതായത് വാർ സംവിധാനത്തിൽ നമുക്കറിയാം വീഡിയോ റിവ്യൂ ചെയ്യാൻ ഒരു ടീം കൂടി ഉണ്ടാകും എന്നുള്ളതാണ്. റഫറിയെ സഹായിക്കാൻ നമുക്ക് അവിടെ ഒരു ടീമിനെ കാണാൻ കഴിയും. അതേസമയം വാർ നടപ്പിലാക്കുന്ന ചിലവുകൾ അത് ക്ലബ്ബുകളിൽ നിന്നും ഈടാക്കില്ലെന്നും ഫെഡറേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്പോൺസർമാരാണ് ചിലവുകൾ വഹിക്കേണ്ടത്. ഇതിനോടൊപ്പം വാർ സംവിധാനത്തിലെ പരസ്യ അവകാശങ്ങൾ പൂർണ്ണമായും സ്പോൺസർമാർക്ക് ലഭിക്കുന്നതാണ്. ഒരു സീസണിൽ വാർ നടപ്പിലാക്കാൻ ഏകദേശം 50 കോടി രൂപയോളമാണ് ചിലവ് വരിക എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. അതായത് ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ FVSS സിസ്റ്റമാണ് ഉണ്ടാവുക. അതേസമയം പ്ലേ ഓഫ് മത്സരങ്ങളിലാണ് വാർ സിസ്റ്റം നമുക്ക് കാണാൻ കഴിയുക. ഏതായാലും ഇത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പരമാവധി തെറ്റുകളെ ഒഴിവാക്കാൻ ഈ ഒരു 2 സിസ്റ്റങ്ങൾക്കും സാധിച്ചേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.